ഹലോ ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ അടിപൊളി ഒരു മഷ്റൂം റൈസാണ് ചെയ്യുന്നത്. വളരെ വേഗം കുക്കറിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളത്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പം ഞാൻ കുക്കറിൽ ഒരു 2 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ 1 ടീസ്പൂണ് പെരിഞ്ജീരകവും ഒരു ടീസ്പൂൺ ഗാർലിക്കും 1/2 ടീസ്പൂൺ ജിഞ്ചറുമാണ് ഇട്ട് കൊടുത്തത്. ഞാൻ ഗാർലിക് ഇച്ചിരി കൂടുതൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാനൊരു 3 ഓണിയൻ, ചെറിയ ഓണിയനാണ്, 3 ഓണിയനും 2 ഗ്രീൻ ചില്ലി ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുവാണ്. ഒരു ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പം ഞാൻ 3 ഓണിയൻ ചെറുതാണ് എടുത്തേക്കുന്നത്. പിന്നെ അതിന് ആവശ്യത്തിന് കുറച്ച് സോൾട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ മഷ്റൂം ഇതുപോലെ ബട്ടർ മഷ്റൂമാണ് എടുത്തേക്കുന്നത്. അത് ഇതുപോലെ കട്ട് ചെയ്ത് ഞാൻ മഞ്ഞൾപ്പൊടിയും ചൂടുവെള്ളത്തിലും ഇട്ട് വച്ചേക്കുവാണ്. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ഒരു അണുക്കളുണ്ടെങ്കിൽ അതങ്ങ് പൊക്കോളും. ഇപ്പം ഞാൻ ആ ചൂടുവെള്ളത്തിലിട്ട മഷ്റൂം ഇപ്പോൾ കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്നുകൂടെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പം ഞാൻ ഒരു വലിയ ടൊമാറ്റോ ആണ് ഇട്ടേക്കുന്നത്. ചെറുതാണെങ്കിൽ നിങ്ങൾ 2 ടൊമാറ്റോ ഇട്ടോളൂ. ഇപ്പം ഞാനൊരു വലിയ ടൊമാറ്റോ ആയതുകൊണ്ട് ഒരെണ്ണം ഇട്ട് കൊടുത്ത് അതും ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം ഞാൻ കുറച്ച് കൊത്തമല്ലിയും പുതിനയും കൂടെ അരിഞ്ഞതാണ്, രണ്ടും കൂടെ മിക്സ് ചെയ്താണ്. ഇപ്പം കൊത്തമല്ലി മാത്രമാണെങ്കിൽ കൊത്തമല്ലി മാത്രം ഇട്ട് കൊടുത്തോളൂ. പിന്നെ ഞാനൊരു 1/2 ടീസ്പൂൺ ടർമറിക് പൗഡർ ഇട്ട് കൊടുത്തു. ഇപ്പം ഞാൻ ഇപ്പോഴാണ് മസാലകളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ഇട്ട് കൊടുത്തു. നമ്മളിപ്പോൾ ഇതിൽ ഒത്തിരി മസാലകളൊന്നും ആഡ് ചെയ്യുന്നില്ല, എല്ലാം കുറച്ച് കുറച്ചാണ് ആഡ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ 1/2 ടീസ്പൂൺ ടർമറിക് പൗഡർ, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഒരു 1 ടീസ്പൂൺ കൊറിയാൻഡർ പൗഡർ, ഒരു 1/2 ടീസ്പൂൺ ചില്ലി പൗഡർ ഞാൻ വളരെ കുറച്ചാണ് ഇടുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടെ ആ പൊടിയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിൽ ഞാൻ ഒരു ലെമണാണ് ജ്യൂസ് ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് ഞാനൊരു 2 കപ്പ് റൈസാണ് എടുത്തത്. 2 കപ്പ് റൈസ് ഇതിലോട്ട് ഇട്ടിട്ട് ഞാൻ ഒരു 5 മിനിറ്റേ കുതിർത്തുള്ളൂ കേട്ടോ, ഒത്തിരി നേരം ഒന്നും കുതിർത്തില്ല. ബസ്മതി റൈസാണ്. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം ഞാൻ ഇട്ടേക്കുന്ന ഈ ബസ്മതി റൈസ് ഇച്ചിരി ഒട്ടുന്നതായതുകൊണ്ട് ഞാൻ വെള്ളം കുറച്ചാണ് വെക്കുന്നത്. ഇപ്പം ഞാൻ കൊത്തമല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൊത്തമല്ലിയും പുതിനയും കൂടെ ഉള്ള മിക്സാണ്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിപ്പം ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇപ്പം 2 കപ്പിന് ഞാനൊരു 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തുള്ളൂ കേട്ടോ, കാരണം ഇത് ഒട്ടുന്ന റൈസ് ആയതുകൊണ്ട്. എന്നിട്ട് ഞാനിപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് നെയ്യ് ആഡ് ചെയ്തു. കുഞ്ഞുങ്ങളൊക്കെ കഴിക്കുന്നതായതുകൊണ്ട് കുറച്ച് നെയ്യ് ആഡ് ചെയ്തു. ഇപ്പോൾ എന്തെങ്കിലും നോക്കിയാൽ കുക്കറിൻ്റെ സൈഡിൽ കൂടെ എല്ലാം തിള വന്നപ്പോൾ ഞാൻ ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടാണ് കുക്കറിൻ്റെ മൂടി അടച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഞാൻ ഒരു വിസിൽ നല്ലതായിട്ട് കുറച്ച് വെച്ച് നല്ലതായിട്ട് ഒരു വിസിൽ വരുന്ന ആ വിസിൽ അടങ്ങുന്നവരെ ഞാൻ അങ്ങനെ വെച്ചിരുന്നു. ഇപ്പം എന്തേ ഓപ്പൺ ചെയ്ത് നല്ല പൊടിയായിട്ട് നല്ലതായിട്ട് ഇരിക്കും ആ റൈസിൻ്റെ മണം തന്നെ. കാരണം ഇതിൽ നമ്മൾ ഒത്തിരി മസാലകളൊന്നും ഇടാത്തതുകൊണ്ട് നല്ലൊരു സ്പെഷ്യൽ ഒരു ഇത് തന്നെയാണ് തോന്നുന്നത് നമുക്ക്. ആ രുചി അതുപോലെ തന്നെയാണ്. അടിപൊളി റൈസായിരിക്കും. കുഞ്ഞുങ്ങൾക്ക് ഇത് ഏറ്റവും നല്ലോണം ഇഷ്ടപ്പെടും. ഇപ്പോൾ നോൺ വെജ് കഴിക്കുന്ന കുട്ടികൾക്കായാലും ഇത് നല്ലോണം ഇഷ്ടപ്പെടും. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കുറച്ച് മഷ്റൂമിൻ്റെ കാര്യമുള്ളൂ. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എന്നോട് പറയണം കേട്ടോ, എങ്ങനെ ഉണ്ടെന്ന്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമുക്ക് അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം. ബൈ ഫ്രണ്ട്സ്.